ഇന്ത്യയിലെ ഭക്ഷണ വൈവിധ്യങ്ങൾ. ഭാരതം നൂറുകണക്കിന് ഭാഷകളും പാരമ്പര്യങ്ങളും നിറഞ്ഞ ദേശം. അതുപോലെ അതിലെ ഭക്ഷണങ്ങളുടെയും രുചികളുടെയും വൈവിധ്യം ലോകത്തിൽ മറ്റെവിടെയും കാണാനാവില്ല. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, ജനങ്ങളുടെ ശരീരപ്രകൃതി ഇതെല്ലാം അവരുടെ ഭക്ഷണ രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ത്യയുടെ ഭക്ഷണ വൈവിധ്യത്തിലൂടെ ഒരു യാത്ര നടത്താം. വടക്കേ ഇന്ത്യ, ഗോതമ്പിന്റെയും മസാലയുടെയും ദേശം. വടക്കേ ഇന്ത്യ ഗോതമ്പ് നിലങ്ങൾ പരക്കുന്ന പഞ്ചാബ് മുതൽ മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട കാശ്മീർ വരെയുള്ള വിശാലമായ പ്രദേശം. ഇവിടെ ഭക്ഷണത്തിനും ഒരു സ്വന്തം ശൈലിയുണ്ട്. സമൃദ്ധമായ മസാലകൾ നിറഞ്ഞ ഭക്ഷണങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. പഞ്ചാബും ഹരിയാനയും ഊർജത്തിന്റെ പാടങ്ങൾ. പഞ്ചാബിന്റെ പരമ്പരാഗതമായ ഭക്ഷണങ്ങൾ പ്രധാനമായും കടുക്, ചോളം, ഗോതമ്പ്, പാലുൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ളതാണ്. വെണ്ണയും നെയ്യും ഇതിലെ പല വിഭവങ്ങൾക്കും സമ്പന്നമായ രുചി നൽകുന്നു. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. പഞ്ചാബിലെ പ്രധാന വിഭവങ്ങളാണ് മക്കി ദി റൊട്ടിയും സർസോം കാ സാഗും. ഇത് ചോളം റൊട്ടിയും കടുകിലെ കറിയുമാണ്. കൂടാതെ ബട്ടർ ചിക്കൻ, ലസ്സി, ചോലെ ഭട്ടൂര, പറാത്ത, ദാൽ മഖാനി എന്നിവയും ഇവിടുത്തെ പ്രധാന വിഭവങ്ങളാണ്. ഹരിയാനയിലെ പ്രധാന വിഭവങ്ങളാണ് ഗജ്റാജ് കിച്ചടി, മിക്സഡ് ദാൽ, കച്ചറി കി സബ്ജി, ബേസൻ മസാല റൊട്ടി, ആലു റൊട്ടി തുടങ്ങിയവ. തണുത്ത കാലാവസ്ഥയിൽ മസാലയും ബട്ടറും ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിന് ചൂടും ശക്തിയും ലഭിക്കുന്നു. ദാലിൽ പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങിയിരിക്കുന്നു. ബട്ടർ ചിക്കനിൽ ആവശ്യമായ കൊഴുപ്പും എനർജിയുമുണ്ട്. ഇവിടുത്തെ ഭക്ഷണം പോലെ തന്നെ അവരുടെ ജീവിതവും ഉത്സാഹപൂർണമാണ്. ഉത്തർപ്രദേശും രാജസ്ഥാനും മധുരവും മസാലയും ഒരുമിച്ച്. ഉത്തർപ്രദേശിൽ രുചിയുടെ പരമ്പരാഗത ശൈലി വളരെ വിപുലമാണ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടും പൂരി ബാജി, കച്ചോരി, ചാട്ട്, ഗുലാബ് ജാമുൻ തുടങ്ങിയവ. പുളിയും മധുരവും മസാലയും ചേർന്നതാണ് ഇവിടുത്തെ രുചിയുടെ മായാജാലം. രാജസ്ഥാനിൽ വരൾച്ചയും ചൂടും കൂടുതലായതിനാൽ അവിടുത്തെ ഭക്ഷണം കൂടുതൽ ഉണക്ക വിഭവങ്ങളായ ദാൽ ബാട്ടി ചൂർമ, ഗട്ടെ കി സബ്ജി, മിർച്ചി ബഡ, ബിക്കാനേരി ഭുജിയ തുടങ്ങിയവയാണ്. ഇവ നീണ്ടു നിൽക്കുന്ന എനർജി നൽകുകയും ദീർഘകാലം പാചകം ആവശ്യമില്ലാതിരിക്കുകയും ചെയ്യുന്നു. രാജസ്ഥാനിലെ ആളുകൾക്കിടയിൽ നെയ്യും മസാലകളും ഏറെ പ്രിയമാണ്. ഇതു കാരണം ശരീരത്തിന് ചൂടും പോഷണവും ലഭിക്കുന്നു. ഭൂപ്രകൃതിയും ശരീരപ്രകൃതിയും തമ്മിലുള്ള ബന്ധം. വടക്കേ ഇന്ത്യയിലെ കാലാവസ്ഥ തണുത്തതും ശീതകാലം നീണ്ടതുമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഭക്ഷണം കൂടുതൽ ഭാരമുള്ളതും എനർജിയുള്ളതുമാകുന്നത്. ഗോതമ്പ്, പാൽ, പാലുൽപ്പന്നങ്ങൾ, മസാലകൾ ഇവയെല്ലാം ശരീരത്തെ ചൂടാക്കുന്നു. മസാലയിലുള്ള മഞ്ഞൾ, ജീരകം, കുരുമുളക് തുടങ്ങിയവ ദഹനശേഷി വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധം കൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭക്ഷണം രുചിയേറിയതും ആരോഗ്യമുള്ളതുമാണ്. സൗത്ത് ഇന്ത്യ സദ്യ ഉൾപ്പെടെയുള്ള രുചിക്കൂട്ടുകളുടെ ലോകം. തെക്കേ ഇന്ത്യ പച്ചപ്പും പുഴകളും കായലുകളും നിറഞ്ഞ ഭൂമിയാണ്. ഇവിടെ ഭക്ഷണം ഒരു സംസ്കാരമാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും രുചിക്കും രീതിക്കും പിന്നിൽ അവിടുത്തെ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും ദീർഘമായ പാരമ്പര്യവുമുണ്ട്. കേരളം തേങ്ങയുടെ നാടൻ രുചി. കേരളത്തിന്റെ പാരമ്പര്യ ഭക്ഷണങ്ങൾ പറയുമ്പോൾ ആദ്യം പറയേണ്ടത് സദ്യയാണ്. ചോറ്, പപ്പടം, അവിയൽ, തോരൻ, പുളിശ്ശേരി, കാളൻ, ഒപ്പം പായസം. രുചിയുടെയും പോഷണത്തിന്റെയും സമന്വയം. കേരളത്തിന്റെ ഈർപ്പമുള്ള കാലാവസ്ഥയും തീരപ്രദേശങ്ങളും പരിഗണിച്ച് ഇവിടെ തേങ്ങയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. തേങ്ങയിലെ നല്ല കൊഴുപ്പ് ഹൃദയാരോഗ്യത്തിനും ദഹനത്തിനും നല്ലതാണ്. കടൽ ഭക്ഷണങ്ങൾ ഇവിടെ പ്രധാനമാണ്. കടൽ മത്സ്യങ്ങളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. തമിഴ്നാട് ഇഡലി, ദോശ, സാമ്പാറിന്റെ ദേശം. തമിഴ്നാട്ടിലെ പ്രഭാതം തുടങ്ങുന്നത് ഇഡലി, ദോശ, സാമ്പാർ, ചട്നി എന്നിവയോടെയാണ്. ഇവ ഫെർമെന്റഡ് ഭക്ഷണങ്ങളായതിനാൽ ദഹനത്തിന് അത്യുത്തമമാണ്. അതുകൊണ്ട് തന്നെ ചൂടുള്ള കാലാവസ്ഥയിലും ഇവ ശരീരത്തിന് ലഘുവാണ്. ഇവിടെ ചോറിനൊപ്പം സാമ്പാറും രസവും മറ്റു കറികളും മുളകും പുളിയും ചേർത്ത് ഒരുക്കുന്നു.
രസം ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ലെമൺ റൈസ്, കർഡ് റൈസ് എന്നീ വിഭവങ്ങൾ യാത്രയ്ക്കും ദിവസേന ഉള്ള ജീവിതത്തിനും അനുയോജ്യമായ ലളിത ഭക്ഷണങ്ങളാണ്. പൊങ്കൽ, പായസം ഇവിടുത്തെ പ്രധാന മധുര വിഭവങ്ങളാണ്. കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും. കർണാടകയുടെ പരമ്പരാഗത ഭക്ഷണങ്ങൾ ആരോഗ്യകരവും സ്വാദിഷ്ടവുമാണ്. ബിസിബെലെ ബാത്ത്, മസാല ദോശ, ജോവർ റൊട്ടി, ഉപ്പുമാവ്, മൈസൂർ പാക്ക് എന്നിവ അവയിൽ ചിലതാണ്. റാഗി കർണാടകയിലെ ഒരു പ്രധാന വിളയാണ്. ഇതിൽ കാൽസ്യം, ഇരുമ്പ്, ഫൈബർ എന്നിവ ധാരാളമായി ഉണ്ട്. ഇത് ദഹനത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും മികച്ചതാണ്. റാഗി റൊട്ടി, റാഗി ദോശ, റാഗി മുദ്ദ തുടങ്ങിയവ ധാരാളമായി ഉപയോഗിക്കുന്നു. ആന്ധ്രാപ്രദേശിലെയും തെലുങ്കാനയിലെയും പരമ്പരാഗത ഭക്ഷണങ്ങൾ വളരെ എരിവുള്ളതാണ്. ഹൈദരാബാദി ബിരിയാണി, കൊങ്കുര മാംസം, പുളിഹോര, ബൊബ്ബഡ്ലു തുടങ്ങിയവയാണ് പ്രധാന വിഭവങ്ങൾ. ഇവിടുത്തെ മുളക്, പുളി, വെളുത്തുള്ളി എന്നിവ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്താക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഭൂപ്രകൃതിയും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം. തെക്കേ ഇന്ത്യയിലെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ ലഘുഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ എളുപ്പമുള്ള കറികളും ദഹന സൗകര്യവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഇഡലി, ദോശ, കഞ്ഞി, കറി എന്നിവയുടെ പ്രാധാന്യം. തേങ്ങ, മസാലകൾ, പയർവർഗ്ഗങ്ങൾ ഇവ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ നൽകുന്നതിനോടൊപ്പം രുചിയും ഉറപ്പാക്കുന്നു. തെക്കേ ഇന്ത്യയുടെ ഭക്ഷണം ലാളിത്യത്തിലും സ്വാദിലും സമ്പന്നം. വെസ്റ്റ് ഇന്ത്യ മധുരവും മസാലയും ചേർന്ന രുചിയുടെ ദേശം. ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യാം പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക്, മധുരവും മസാലയും ചേർന്ന രുചികളുടെ മണ്ണിലേക്ക്. സമ്പന്നമായ പാരമ്പര്യവും വ്യത്യസ്തമായ കാലാവസ്ഥയും ഈ പ്രദേശത്തിന്റെ ഭക്ഷണ രീതിയെ അമൂല്യവത്കരിക്കുന്നു. ഗുജറാത്ത് മധുരം നിറഞ്ഞ സസ്യാഹാര ദേശം. ഗുജറാത്തിന്റെ ഭക്ഷണം പറയുമ്പോൾ ആദ്യം മനസ്സിലാവുന്നത് അതിന്റെ മധുരമാണ്. ഇവിടെ ഭക്ഷണങ്ങളിൽ ചെറിയൊരു മധുര സ്പർശം എപ്പോഴും കാണാം. ദാളി, ധോക്ല, ഖാക്ര, തേപ്ല, ശ്രീഖണ്ഡ് തുടങ്ങിയവയാണ് പ്രധാന വിഭവങ്ങൾ. ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ ധാരാളമായി ഉപയോഗിക്കുന്നതിനാൽ കൂടുതൽ ആരോഗ്യകരമാണ്. വരൾച്ചയും ചൂടും കൂടുതലായതിനാൽ ഇവിടുത്തെ ഭക്ഷണം എണ്ണ കുറഞ്ഞതും ലളിതവുമാണ്. ഗുജറാത്തിലെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന കടുക്, ജീരകം, ഉലുവ തുടങ്ങിയ മസാലകൾ ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മഹാരാഷ്ട്ര രുചികളുടെ വൈവിധ്യത്തിന്റെ തലസ്ഥാനം. മഹാരാഷ്ട്രയിൽ ഭക്ഷണശൈലി പ്രദേശങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്തമാണ്. പൊതുവെ എരിവും പുളിവും മധുരവും ഒത്തുചേർന്ന രുചിക്കൂട്ടുകൾ കാണാം. വടാപാവ്, മിസൽ പാവ്, പാവ് ഭാജി, പുരൺ പോളി, ശ്രീഖണ്ഡ് ഇതെല്ലാം മറാത്തി വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. തേങ്ങ, കടലയെണ്ണ, മസാലപ്പൊടികൾ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഇവ ദഹനശേഷി വർദ്ധിപ്പിക്കുകയും ചൂടുള്ള കാലാവസ്ഥയിൽ ഊർജം നിലനിർത്തുകയും ചെയ്യുന്നു. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും സമന്വയിപ്പിക്കുന്ന മഹാരാഷ്ട്ര പാചകശൈലി രുചിയുടെയും നിറങ്ങളുടെയും ലോകമാണ്. ഗോവ കടലിന്റെയും മസാലയുടെയും നാടാണ് ഗോവ. പോർച്ചുഗീസ് സ്വാധീനമുള്ള ഈ സംസ്ഥാനത്ത് ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പ്രോൺ ബാലച്ചോ, സോർപോട്ടൽ, വിൻഡാലു തുടങ്ങിയവ പ്രധാനമാണ്. തേങ്ങാപ്പാൽ, ചുവന്ന മുളക്, വിനാഗിരി എന്നിവ ചേർന്ന ഗോവൻ കറികൾ രുചിയിൽ അതുല്യം. ഇവിടുത്തെ ഭക്ഷണം ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരത്തെ തണുപ്പിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കടൽ ഭക്ഷണങ്ങളിൽ ഉള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഹൃദയാരോഗ്യത്തിനും നാഡീവ്യൂഹത്തിനും മികച്ചതാണ്. ഭൂപ്രകൃതിയും ആരോഗ്യവും. പടിഞ്ഞാറൻ ഇന്ത്യയിലെ കാലാവസ്ഥ ചൂടും വരൾച്ചയും നിറഞ്ഞതായതിനാൽ ഇവിടെ ഭക്ഷണം കൂടുതൽ ലഘുവായതും എണ്ണ കുറഞ്ഞതുമാണ്. സസ്യാഹാര വിഭവങ്ങൾ, ധാന്യങ്ങൾ, മുളകുവർഗ്ഗങ്ങൾ എന്നിവയിലൂടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും ഫൈബറും ലഭിക്കുന്നു. മധുരത്തിന്റെ ഗുജറാത്ത്, മസാലയുടെ മഹാരാഷ്ട്ര, കടൽ വാസനയുടെ ഗോവ ഇവയെല്ലാം ചേർന്നതാണ് പടിഞ്ഞാറൻ ഇന്ത്യയുടെ രുചിയുടെ മായാജാലം. ഈസ്റ്റ് ഇന്ത്യ മധുരവും മൃദുത്വവും നിറഞ്ഞ രുചികളുടെ ദേശം. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗം നദികളുടെയും മഴയുടെയും സമൃദ്ധമായ ഭൂമി. ഇവിടെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ജനങ്ങൾ ഭക്ഷണത്തിലും അതേ ലാളിത്യവും മധുരവും കാണിക്കുന്നു. ബംഗാൾ, ഒഡീഷ, ബീഹാർ, ആസം തുടങ്ങിയ സംസ്ഥാനങ്ങൾ ചേർന്നതാണ്
കിഴക്കൻ ഇന്ത്യ. ഇവിടുത്തെ ഭക്ഷണം രുചിയിലും പാരമ്പര്യത്തിലും അതുല്യമാണ്. വെസ്റ്റ് ബംഗാൾ. മീനും മിഠായിയും ചേർന്ന സ്വാദിന്റെ ദേശം. ബംഗാളിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് മത്സ്യവും മിഠായിയുമാണ്. മാച്ച് ബാത്ത് അഥവാ മീനും ചോറും ബംഗാളികളുടെ ദിവസവുമുള്ള ആഹാരമാണ്. ഗംഗാ നദിയുടെ തീരപ്രദേശമായതിനാൽ മത്സ്യം ഇവിടുത്തെ പ്രധാന പ്രോട്ടീൻ ഉറവിടമാണ്. ഇലിഷ് ഫിഷ് കറി, ചിങ്ക്രി മലായ് കറി, റോസ്റ്റ് ചെയ്ത ആട്ടിറച്ചി എന്നിവയാണ് ഇവിടുത്തെ പ്രശസ്ത വിഭവങ്ങൾ. അതുപോലെ ഗുലാബ് ജാമുൻ, രസഗുള, ചംചം, മിഷ്ടി ദോയ് തുടങ്ങിയ മധുര പലഹാരങ്ങളും പ്രധാനപ്പെട്ടവയാണ്. മത്സ്യത്തിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. മിഠായികളിൽ ഉപയോഗിക്കുന്ന പാലുൽപ്പന്നങ്ങൾ ശരീരത്തിന് ഊർജം നൽകുന്നു. ഇവിടുത്തെ ഭക്ഷണം കുറച്ച് മസാലയും കൂടുതൽ സ്വാഭാവിക രുചിയുമാണ്. അതുകൊണ്ട് തന്നെ അത് മൃദുവും രുചിയേറിയതുമാണ്. ഒഡീഷ പാരമ്പര്യത്തിന്റെയും ക്ഷേത്ര ഭക്ഷണത്തിന്റെയും നാട്. ഒഡീഷയുടെ ഭക്ഷണം പറയുമ്പോൾ ജഗന്നാഥ ക്ഷേത്രത്തിലെ മഹാപ്രസാദം അബട ലോകപ്രസിദ്ധമാണ്. ധാന്യങ്ങൾ, പച്ചക്കറികൾ, പരിപ്പ് ഇവ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിനൊരു പ്രത്യേക രുചിയാണ്. പാചകത്തിൽ വെള്ളമോ പാലോ ഉപയോഗിക്കാതെ പാത്രങ്ങളിൽ ആവിയിലോ അടുപ്പിലോ പാചകം ചെയ്യുന്ന ആഹാരങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. ഒഡീഷയുടെ പ്രധാന വിഭവമാണ് പക്കാള ബാത്ത്. പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചോറ് ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് ഒരു പ്രധാന വേനൽക്കാല ഭക്ഷണമാണ്. ചൂടുള്ള കാലാവസ്ഥയിൽ പക്കാള ബാത്ത് ശരീരത്തെ തണുപ്പിക്കുകയും ദഹനം എളുപ്പമാക്കുകയും ചെയ്യുന്നു. മറ്റു ചില പ്രധാന വിഭവങ്ങൾ ദാൽമ, ചേന പോഡ, രസഭലി, ഗുപ്ചുപ്, കഞ്ചിക, പക്കാല, ബഡീചുര, ആലുടം, ഗുഗ്നി, ചൗലാബഡ. അസം പ്രകൃതിയോട് ചേർന്ന ലളിത രുചികൾ. അസമിന്റെ പച്ചപ്പും മഴയും നിറഞ്ഞ ഭൂമിയിൽ ഭക്ഷണവും ലളിതവും സ്വാഭാവികവുമാണ്. അസമീസ് ഫിഷ് തേങ്ക, മസൂർ തേങ്ക, പിടിക, ഡക്ക് മീറ്റ് കറി, ആലു പിടിക, പരിയാങ്, പപ്പായ ഖാർ, ലൗക്കി ഖാർ, പാനിമെറ്റ് ഖാർ, പാത്തിഹാൻസ് ഇതെല്ലാം അസമിലെ തനത് രുചിക്കൂട്ടുകളാണ്. ഇതിൽ തേങ്ക എന്നാൽ പുളിക്കറികളെയാണ് പറയുന്നത്. ഖാർ എന്നത് കറിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ ഭക്ഷണത്തിൽ എണ്ണയും മസാലയും വളരെ കുറവാണ്. പുളിയും പച്ചക്കറികളും കൂടുതലായതിനാൽ ദഹന സൗകര്യവും ആരോഗ്യവും ഉറപ്പാണ്. പ്രകൃതി സൗഹൃദമായ ജീവിത രീതി ഇവിടുത്തെ ഭക്ഷണത്തിലും വ്യക്തമാണ്. ഭൂപ്രകൃതിയും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം. കിഴക്കൻ ഇന്ത്യയിലെ ഈർപ്പമുള്ള കാലാവസ്ഥയും നദീതട ജീവിതവുമാണ് അവിടുത്തെ ഭക്ഷണത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. മത്സ്യം, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ പ്രധാനമായതിനാൽ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും വിറ്റാമിനും ലഭിക്കുന്നു. മധുരം, പുളി, മൃദുത്വം ഇവയൊക്കെയാണ് ഈ പ്രദേശത്തിന്റെ രുചിയുടെ മുഖ്യ ഘടകങ്ങൾ. മത്സ്യത്തിന്റെ രുചിയും മിഠായിയുടെ മധുരവും ചേർന്ന കിഴക്കൻ ഇന്ത്യയുടെ ഭക്ഷണം ശരിക്കും മനസ്സിനും ശരീരത്തിനും ഉണർവാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ പ്രകൃതിയോട് ചേർന്ന രുചികളുടെ ലോകം. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗം മേഘങ്ങളും മലകളും നിറഞ്ഞ മനോഹര പ്രദേശം. അസം, മിസോറം, മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര, മേഘാലയ, അരുണാചൽ പ്രദേശ്, സിക്കിം ഈ 8 സംസ്ഥാനങ്ങൾ ചേർന്നതാണ് വടക്കു കിഴക്കൻ ഇന്ത്യ. ഇവിടുത്തെ ഭക്ഷണം പ്രകൃതിയോട് ചേർന്നതും രാസവസ്തുക്കൾ കുറഞ്ഞതുമായ നാച്ചുറൽ ഫുഡ് കൾച്ചർ ആണെന്നതാണ് പ്രത്യേകത. ഭൂമിയും ജീവിതവും ഭക്ഷണത്തിൽ. മലയോര പ്രദേശങ്ങളായതിനാൽ ഇവിടെ കാലാവസ്ഥ തണുപ്പും ഈർപ്പവുമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഭക്ഷണം ശരീരത്തിന് ചൂടും എനർജിയും നൽകുന്ന രീതിയിലാണ്. എണ്ണയും മസാലയും വളരെ കുറച്ച്, പാചകം കൂടുതലായി സ്റ്റീം ചെയ്തത് അല്ലെങ്കിൽ തിളപ്പിച്ചതാണ്. പ്രകൃതിയിൽ ലഭിക്കുന്ന പച്ചക്കറികൾ, ബാംബൂ ഷൂട്ട്, ഔഷധ സസ്യങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഘടകങ്ങൾ. നാഗാലാൻഡ് സ്മോക്ക് ചെയ്ത രുചികളുടെ ദേശം. നാഗാലാൻഡിന്റെ ഭക്ഷണശൈലി പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഇവിടുത്തെ ജനങ്ങൾ സ്മോക്ക് ചെയ്ത മീറ്റുകളാണ് അധികവും കഴിക്കുന്നത്. പന്നിയിറച്ചി, നായയിറച്ചി, കോഴിയിറച്ചി എന്നിവ പ്രധാന ഭക്ഷണങ്ങളാണ്. ചോറാണ് ഇതിനൊപ്പം അധികമായും കഴിക്കാറുള്ളത്. സ്മോക്കിംഗ് ചെയ്ത ഭക്ഷണം തണുത്ത കാലാവസ്ഥയിൽ നീണ്ടു നിൽക്കുന്ന എനർജി നൽകുന്നു. പുളിപ്പിച്ച മുളങ്കൂമ്പും പച്ചക്കറികളും ചേർത്ത ബാംബൂ ഷൂട്ട് വിഭവങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്.
മസാല കുറവായിട്ടും ഈ വിഭവങ്ങൾ സ്വാഭാവികമായ രുചിയും സുഗന്ധവും നിറഞ്ഞവയാണ്. മണിപ്പൂർ, മേഘാലയ, മിസോറം സസ്യഭക്ഷണങ്ങളുടെ പ്രകൃതി രുചി. മണിപ്പൂരിൽ എരിവുള്ള കറികൾക്കും മേഘാലയത്തിൽ പുളിപ്പിച്ച സോയാബീൻ വിഭവങ്ങൾക്കും മിസോറാമിൽ വാഴയിലയിൽ പൊള്ളിച്ച മത്സ്യവിഭവങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പച്ചക്കറികളും ഇലക്കറികളും ധാരാളമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇറച്ചി വിഭവങ്ങളാണ് ഈ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പ്രചാരത്തിലുള്ളത്. മണിപ്പൂരിലെ പ്രധാന വിഭവമാണ് ഇറോംബ. പച്ചക്കറികളും പുളിപ്പിച്ച മത്സ്യവും ചേർത്ത കറിയാണിത്. മേഘാലയയിലെ ജാഡോയിൽ പന്നിയിറച്ചിയും അരിയും ചേർത്ത പുലാവാണ്. മിസോറാമിലെ ബൈ പച്ചക്കറികളും പന്നിയിറച്ചിയും ചേർത്ത കറിയാണ്. മണിപ്പൂരിലെ ഭക്ഷണം തികച്ചും ബാലൻസ് ചെയ്തതാണ്. അരി, പച്ചക്കറികൾ, മത്സ്യം എന്നിവ പ്രധാനമാണ്. മിസോറാമിലും മേഘാലയയിലും പാചകം കൂടുതലായി സ്റ്റീം ചെയ്ത അല്ലെങ്കിൽ ബോയിൽ ചെയ്ത രീതിയിലാണ്. കുറഞ്ഞ എണ്ണയും മസാലകളും കൊണ്ട് തയ്യാറാക്കുന്ന ഇവയുടെ ഭക്ഷണം വളരെ ഹെൽത്തിയാണ്. ദഹനം എളുപ്പം, പോഷകമൂല്യം ഉയർന്നത്, ആരോഗ്യ ഗുണങ്ങളും സ്വഭാവവും. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ജനങ്ങൾ ഏറെ ദീർഘായുസ്സുള്ളവരാണ് എന്ന് പറയപ്പെടുന്നു. കാരണം അവരുടെ ഭക്ഷണം കൂടുതൽ ഓർഗാനിക് ആണ്, എണ്ണ കുറഞ്ഞതും മസാല കുറഞ്ഞതും പ്രോട്ടീൻ സമൃദ്ധവുമാണ്. ബാംബൂ ഷൂട്ട് ദഹനശേഷി വർദ്ധിപ്പിക്കുന്നു. സ്മോക്ക് ചെയ്ത മീറ്റ് ശരീരത്തിന് ഊർജം നൽകുന്നു. പച്ചക്കറികളിൽ വിറ്റാമിനുകളും ഫൈബറും ധാരാളം. മലയ്ക്കും മഴയ്ക്കും ഇടയിൽ ജീവിക്കുന്ന ഈ ജനങ്ങൾ പ്രകൃതിയോട് ചേർന്ന ജീവിതം നയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണം ലളിതവും ആരോഗ്യകരവും പ്രകൃതിയോട് ചേർന്നതുമാണ്. ഇതാണ് വടക്കുകിഴക്കൻ ഇന്ത്യയുടെ രുചിയുടെ യഥാർത്ഥ സൗന്ദര്യം. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഭക്ഷണയാത്രയുടെ പൂർണ്ണമായ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. വടക്കേ ഇന്ത്യയിൽ ഗോതമ്പിന്റെയും മസാലയുടെയും ലോകം, തെക്കേ ഇന്ത്യയിൽ അരിയും കറികളും തേങ്ങയും ചേർന്ന രുചികൾ, പടിഞ്ഞാറൻ ഇന്ത്യയിൽ മധുരവും മസാലയും ചേർന്ന വിഭവങ്ങൾ, കിഴക്കൻ ഇന്ത്യയിൽ മീനും മിഠായിയും നിറഞ്ഞ സ്വാദുകൾ, വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പ്രകൃതിയോട് ചേർന്ന ലളിത ഭക്ഷണങ്ങൾ എല്ലാം ഒന്നുകൂടി നമ്മുടെ നാടിന്റെ സമ്പന്നമായ ഭക്ഷണ വൈവിധ്യത്തിന്റെ മഹത്വം കാണിച്ചു. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിന്റെയും ഭക്ഷണം അവരുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, ജൈവ വിഭവങ്ങൾ കൂടാതെ ജനങ്ങളുടെ ശരീരപ്രകൃതി, ജീവിതശൈലി എന്നിവയോട് ചേർന്ന് രൂപപ്പെട്ടതാണ്. വടക്കിന്റെ കടുപ്പമുള്ള മസാലകൾ നിറഞ്ഞ ഭക്ഷണം ചൂടും ശക്തിയും നൽകുന്നു. തെക്കിലെ അരി, കറി, തേങ്ങയുടെ പ്രോട്ടീൻ സമ്പന്ന വിഭവങ്ങൾ ദഹനത്തിനും ആരോഗ്യത്തിനും ഉത്തമം. പടിഞ്ഞാറൻ ഇന്ത്യയിലെ മധുരവും മസാലയും ചേർന്ന വിഭവങ്ങൾ, കിഴക്കൻ ഇന്ത്യയിലെ മീൻ വിഭവങ്ങളും മിഠായി വിഭവങ്ങളും, വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഓർഗാനിക് പച്ചക്കറി, ബാംബൂ ഷൂട്ട് എന്നിവ ശരീരത്തിന് പോഷകവും രുചിയും നൽകുന്നു. ഇന്ത്യയുടെ ഈ ഭക്ഷണ വൈവിധ്യം നമ്മുടെ സാംസ്കാരിക ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ഓരോ വിഭവവും അതിൻ്റെ ദേശത്തിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. വൈവിധ്യമാർന്ന ഭക്ഷണത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ അടുത്തറിയാനുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാരതീയ വിഭവം ഏതാണ്? നിങ്ങൾക്ക് ഭാരതത്തിന്റെ രുചി വൈവിധ്യത്തെ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ടോ? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. പുതിയ രുചികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഇന്ത്യയുടെ രുചികളുടെ യാത്ര ഇവിടെ തീരുന്നില്ല. നമ്മളുടെ ഭക്ഷണ പാരമ്പര്യത്തിന്റെ ലോകം തുടർന്നുകൊണ്ടേയിരിക്കുന്നു.